Okay, I think my screen is visible. ഞാനത് ഒരു ARO-ലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡാറ്റ എൻട്രി മുഴുവൻ നടക്കുന്നത് ARO ലോഗിനിലാണ്. ഞാനൊരു ARO ആയിട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ചേലക്കരയുടെ ARO ലോഗിനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അതെ. ഓക്കെ, ഇതില് നമുക്ക് ഒരു 4-5 ഫങ്ഷനാലിറ്റീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് തന്നെ നമ്മളൊരു മൾട്ടിപ്പിൾ യൂസർ അല്ല വേറെ ഒരു ഓൾട്ടർനേറ്റീവ് യൂസറെ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. EVNO നോഡൽ എന്ന് പറയുന്ന ഒരു യൂസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് മൾട്ടിപ്പിൾ യൂസർ വേണ്ടി വരികയാണെങ്കിൽ അതും ചെയ്യാം. EVN നോഡൽ. അപ്പൊ അതിൽ ആകെയുള്ള ഒരു മെനു ഓപ്ഷൻ ഇത് മാത്രമായിരിക്കും. EVM ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു മെനു മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതിൽ ഇത്രയും ഫങ്ഷനാലിറ്റീസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന്, ഈ പറയുന്ന ആ പോളിംഗ് സ്റ്റേഷന്റെ ആ എല്ലാ ARO-ന്റെ പരിധിയിൽ വരുന്ന പോളിംഗ് സ്റ്റേഷൻസുകളെല്ലാം ഒരു BU ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നമ്പർ ഓഫ് BU ഒന്നായിരിക്കും. മൾട്ടിപ്പിൾ 18-ന് മേലെയോ മറ്റോ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഒരു BU ഉപയോഗിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഇനീഷ്യലൈസേഷൻ നടത്തണം. ഡിസ്ട്രിബ്യൂഷൻ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. അതിലെ നമ്പർ ഓഫ് CU ഒരു ഒറ്റ സെക്കൻഡ്. ഹലോ, tell me. Tell me. VC. Actually, nobody is attending today. Hello. On reported today for the CIC. Okay. അപ്പോ വൺ ടൈം ഇനീഷ്യലൈസേഷൻ ആണ്. ഈ ഇനീഷ്യലൈസേഷൻ നമുക്ക് ഈ ഡാറ്റ ഫർദർ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ റിസപ്ഷനോ ചെയ്യുന്ന സമയം വരെ നമുക്ക് ഇത് വേണമെങ്കിൽ എഡിറ്റബിൾ ആണ്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആരെങ്കിലും ബൈ മിസ്റ്റേക്കിൽ 2 BU കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ അതുവരെ യു ക്യാൻ അപ്ഡേറ്റ്. ഓക്കെ. പിന്നെ വരുന്നത് EVM ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കുള്ള ഫങ്ഷനാലിറ്റീസ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. EVM റൂം ഓപ്പണിംഗ് ഫോട്ടോ, അതാണ് ഈ പറയുന്ന മെനു. അല്ലെ, ഫോട്ടോ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു മെനു എടുക്കുക. അവിടെ നമുക്ക് 3 ഫോട്ടോസ് വരെ അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിവിടെ മെനുവിൽ പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ഫസ്റ്റ് ഫോട്ടോ, അപ്ലോഡ് സെക്കൻഡ് ഫോട്ടോ, അപ്ലോഡ് തേർഡ് ഫോട്ടോ. ഈ ഫോട്ടോ നമ്മൾ ആ LICയുടെ ഈ EVM നോഡൽ ആരാണോ അവരുടെ ലോഗിനിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ലോഗിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിൽ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ 3 ഫോട്ടോയും അവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വാട്സപ്പ് ത്രൂവോ ഏതെങ്കിലും മെത്തേഡിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 ഫോട്ടോസുകളും അവർക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ വരുന്നത് അത് വീണ്ടും അത് മാറ്റണം എന്നുണ്ടെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം. അപ്ലോഡ് ഫസ്റ്റ് ഫോട്ടോ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീപ്ലേസ് ദ പ്രീവിയസ് ഫോട്ടോ. ഓക്കെ. നൗ വി ഹാവ് അപ്പോ ആ സമയത്ത് ഇതിൽ ആരൊക്കെയാണോ പ്രസന്റ് ചെയ്തെന്നുള്ളതാണ് പിന്നെ അടുത്തത്. ഓപ്പണിംഗ് ടൈമിൽ EVM റൂം ഓപ്പണിംഗ് ടൈമിൽ ഏതൊക്കെ ഏജൻസികളാണ് പ്രസന്റ് ചെയ്തെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മള് 11ഓളം ഇലക്ഷൻ പാർട്ടി നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണോ ആ സമയത്തും അറ്റൻഡ് ചെയ്തേ എന്നുള്ളതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ മാർക്ക് പാർട്ടി പ്രസൻസ് എന്ന് പറയുന്നതിൽ ആഡ് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ ബാക്കി 5 എണ്ണം ഓൾറെഡി 6 ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനി വേറെ ആരെങ്കിലും അന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ബഹുജൻ പാർട്ടിയുടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് റാം സിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് കൊടുക്കുന്നു. ആഡ് പാർട്ടി പേഴ്സൺ. അപ്പൊ 7ാമത്തെ ആളും കൂടി പ്രസന്റ് ആയി. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും ഒരാൾ പ്രസന്റ് ചെയ്തുള്ളത് തെറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരെന്ത് ചെയ്യാൻ പറ്റും, അവരെ ഡിലീറ്റ് ചെയ്യാം. കൺഫേം ഡിലീറ്റ്. അപ്പൊ വീണ്ടും പഴയ പോലേക്ക് വരും. റൈറ്റ്. ജസ്റ്റ് ഒരു റിഫ്രഷ് കൊടുക്കാനുള്ള പ്രശ്നം ഉണ്ടായിരിക്കും. ഓക്കെ. ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെയുണ്ട്. മാർക്ക് പാർട്ടി പ്രസൻസ്. പിന്നെ വരുന്നത് നമ്മുടെ EVM ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഓപ്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇനീഷ്യലൈസേഷൻ നടത്തി, രണ്ടാമത് സ്ട്രോങ് റൂം ഓപ്പണിംഗ് ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്തു, പിന്നെ അവരിൽ ആരൊക്കെയാണ് ഏജൻസ് പ്രസൻസുകൾ അപ്ലോഡ് ചെയ്തു. പിന്നെ വരുന്നത് ഡെസ്പാച്ച് ആണ്. EVM ഡെസ്പാച്ച് എന്ന് പറയുന്നതില് എല്ലാ പോളിംഗ് സ്റ്റേഷൻസുകളും അവിടെ ചെയ്യും. ജസ്റ്റ്
യെറ്റ് ടു ഡെസ്പാച്ച്. ഇപ്പൊ ഏഴാമത്തെ പോളിംഗ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ EVMs കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി യെറ്റ് ടു ഡെസ്പാച്ച് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കൺഫേം ഡെസ്പാച്ച്, ഫിനിഷ്. അത് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞുള്ളതിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീട് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ യെറ്റ് ടു ഡെസ്പാച്ച് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ എടുക്കുന്നു, ദെൻ കൺഫേം ഡെസ്പാച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഡെസ്പാച്ച്ഡ് ആണ്. ഇനി ഇതേപോലെ എല്ലാം ചെയ്യണം, എല്ലാം കംപ്ലീറ്റ് ആക്കണം. അവരുടെ എത്ര പോളിംഗ് സ്റ്റേഷൻസുകളുണ്ടോ അത്രയും പോളിംഗ് സ്റ്റേഷൻസ് ഇതേപോലെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നു. സിംഗിൾ ഒരു 2 ക്ലിക്ക് മാത്രമേ ഉള്ളൂ. അതിന് അത്ര വലിയ കോംപ്ലിക്കേഷൻസുകളൊന്നുമില്ല. പിന്നെ വരുന്നത് എന്താണ്, ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിന്റെ റീപ്ലേസ്മെന്റ്സുകൾ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് അടുത്തത്. അത് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റീപ്ലേസ്മെന്റ് ആണ് അടുത്ത ഓപ്ഷൻ, EVM റീപ്ലേസ്മെന്റ്. ഇവിടെ നമ്മൾ EVM നോഡിൽ തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും ഈ ഡാറ്റ നമ്മൾ ഓവർ ഫോൺ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റീപ്ലേസ്മെന്റ് ഏതാണ് ചെയ്തതെന്നുള്ളതും അതിന്റെ റീസൺസുകൾ എന്താണെന്നുള്ളതും കൂടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് EVM എന്ന് പറയുന്ന മെനു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രീൻ ഇതാണ്. ഇവിടെ നമുക്ക് 3 സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റീപ്ലേസ്മെന്റ് നടക്കാം. ഒന്ന് പ്രീ പോളിംഗ് ഡേ ചെയ്യാൻ പറ്റും, മോക്ക് പോളിംഗ് ടൈമിൽ ചെയ്യാൻ പറ്റും, അതുപോലെ പോളിംഗ് ഡേയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രീ പോളിംഗ് ഡേയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറ്റാൻ പറ്റും. മോക്ക് പോളിംഗ് സമയത്തും നമുക്ക് ഏത് വേണമെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ പോളിംഗ് ഡേയില് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിനെ മാറ്റാൻ പറ്റത്തില്ല. CU മാറ്റി കഴിഞ്ഞാൽ അതിന്റെ BUം കൂടെ മാറ്റേണ്ടി വരും. ഇത്തരം വാലിഡേഷൻസ് നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇഫ് യു ആർ സെലക്ടിങ് ദ പോളിംഗ് ഡേ യു കനോട്ട് എന്താ പറയാൻ പറ്റില്ല, CU മാത്രമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. CU മാറ്റിക്ക് ഓട്ടോമാറ്റിക്കലി BU അടക്കം മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ ഒരു വാലിഡേഷൻ ഇപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഇതിന് ഇപ്പൊ 2-3 മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പ്രൊഫഷണൽസ് അറ്റ് എ ടൈം ഒന്നും കൊടുക്കത്തില്ല, ഓരോ കൊടുക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം CU മാറ്റി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ CU കംപ്ലൈന്റ് വരാം. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അറ്റ് എ ടൈം നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് റെസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏത് ടൈമിലാണ് അത് മാറ്റുന്നത്, ഏത് പോളിംഗ് സ്റ്റേഷനാണ് മാറ്റുന്നത്. ഓക്കെ, പോളിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നു, ഏതാണ് മാറ്റുന്നത് റീപ്ലേസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ഏത് എററാണ്, അതായത് നമ്മൾ മാസ്റ്ററിൽ ഇത്തരം എറേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ എറേഴ്സുകളാണ് നമ്മൾ ഇവിടെ മേജർ ആയിട്ടുള്ള എറേഴ്സ് നമ്മൾ ഇവിടെ നിന്ന് ഈ EDCയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളിവിടെ നോട്ട് റെസ്പോണ്ടിങ് ആണോ എന്നാണെന്നൊക്കെ മാർക്ക് ചെയ്യുന്നു. അതിന്റെ ഡേറ്റ് ആൻഡ് ടൈം, ഡാറ്റ എൻറ്റർ ചെയ്യുന്ന ഡേറ്റയും നമ്മളിവിടെ എൻറ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റിമാർക്സ്, ചിലപ്പോൾ ഈ എറർ റിപ്പോർട്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസുകൾ കൊടുക്കണമെങ്കിൽ റിമാർക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, ദെൻ റീപ്ലേസ് ചെയ്യുന്നു. സമയം കൊടുക്കുന്നു, ദെൻ 10 മണി 10:10 കൊടുക്കുന്നു, റിമാർക്സ് ടെസ്റ്റ് കൊടുക്കുന്നു, ദെൻ റീപ്ലേസ് കൊടുക്കുന്നു. ഫൈൻ, ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അത് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇതുപോലെ നമ്മൾ ഓരോ ഇൻസ്റ്റൻസിലും വരുന്ന റീപ്ലേസ്മെന്റ്സ് എല്ലാം ഇതിലൂടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവൽ ഒഫീഷ്യൽസിന് ഏതൊക്കെ റീസൺ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ റീപ്ലേസ്മെന്റ്സ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഡിസ്ട്രിക്ട്സിലാണ് ഏറ്റവും കൂടുതൽ റീപ്ലേസ്മെന്റ്സുകൾ എന്നുള്ള തരത്തിലുള്ള മാനേജ്മെന്റ് റിപ്പോർട്ട്സുകൾ നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട മൊഡ്യൂളിലെ എൻട്രി എന്താണെന്നുള്ളത് ഇപ്പൊ കാണിച്ചു തന്നു. അടുത്ത വരുന്നത് ലാസ്റ്റ് ഡെസ്പാച്ച് ചെയ്തുള്ള സാധനം റിസീവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അടുത്തത് ഇവിടെ റെസിപ്റ്റ്സ് ഉണ്ടായിരിക്കും. EVM ഡിസ്ട്രിബ്യൂഷൻസിൽ EVM റിസീവ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ഡെസ്പാച്ച് ചെയ്തിട്ടുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. റിസീവ്ഡ് ആണെങ്കിൽ പിന്നെ വീണ്ടും അത് റിസീവ് ചെയ്യേണ്ട കാര്യം, നോട്ട് റിസീവ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്. ഓക്കെ, അപ്പൊ അത് ഗ്രീൻ ആക്കി. ഇതേപോലെ എല്ലാം ഗ്രീൻ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ എന്താണ്, EVM ഡിസ്ട്രിബ്യൂഷനിൽ സ്ട്രോങ് റൂം സീലിംഗ്. സീലിംഗിൽ നമ്മൾ ഓപ്പണിംഗ് ചെയ്തുള്ള അതേ പ്രവൃത്തികൾ സീലിംഗ് ടൈമിൽ നമ്മൾ ചെയ്യണം. അപ്പൊ സീലിംഗ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഫോട്ടോ അപ്ലോഡിംഗ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇതേപോലെ മെനുവില് ഫസ്റ്റ് ഫോട്ടോ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം ഫോട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ ഫോട്ടോസ് ഈ ചെയ്യുന്ന നോഡൽ ഓഫീസർ ആരാണോ അവരുടെ ഇതിലേക്ക് വാട്സപ്പ് അയക്കുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ.
ഇപ്പൊ സിസ്റ്റത്തിലേക്ക് പോകുന്നു, ലോക്കൽ മെഷീനിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ 3 ഫോട്ടോയും എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫോട്ടോ, മൂന്നാമത്തെ ഫോട്ടോ ചെയ്യുക. അപ്പൊ 3 ഫോട്ടോസ് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മാത്രം മതിയാവും. റൈറ്റ്? ഓക്കെ. ദെൻ വരുന്നത് അതിന്റെ ആരൊക്കെയാണ് പാർട്ടി ഏജന്റ്സ് പ്രസന്റ് ആയിട്ടുള്ളതും കൂടി ചെയ്യണം. അപ്പോൾ സീലിംഗ് ടൈമില് ഇലക്ഷൻ പാർട്ടീസ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ് അതും ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യണം. 10 പോളിംഗ് പാർട്ടികളുണ്ട്, ഇലക്ഷൻ പാർട്ടികളുണ്ട്. അതിൽ ആരൊക്കെയാണ് പ്രസന്റ് ചെയ്തത്? അത് നമുക്ക് പലതരം റിപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ജനതാദൾ പാർട്ടി പ്രസന്റ് ചെയ്തിട്ടുള്ള പോളിംഗ് സ്റ്റേഷന്റെ ലിസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയുള്ള പല ലിസ്റ്റുകൾ ഇവര് സിഒ ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവരുടെ പേര് കൊടുക്കുന്നു, ദെൻ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ആഡ് പാർട്ടി പേഴ്സൺ എന്ന് പറയുന്ന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേര് അവിടെ വന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ EVM ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂൾ. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് EVM ARO ലെവലില് ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഞാൻ ആ മെനു ഒന്നുകൂടി കാണിച്ചിട്ട് അവിടേക്ക് വരാം. ഒന്ന് EVM ഇനീഷ്യലൈസേഷൻ, വൺ ടൈം ജോബ്. വൺസ് എ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ടഡ് യു കനോട്ട് ചേഞ്ച് ദ വാല്യൂസ്, സോ ബി കെയർഫുൾ. ഓക്കെ. രണ്ടാമത് സ്ട്രോങ് റൂം ഓപ്പണിംഗ് ഫോട്ടോസ്, ദെൻ പാർട്ടി പ്രസന്റ് ആഡ് ചെയ്യുക, ദെൻ EVM ഡെസ്പാച്ച് ചെയ്യുന്നു, ദെൻ EVM റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഡാറ്റ എൻട്രി വരുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം EVM സീലിംഗ് ഫോട്ടോ, അതിനുശേഷം EVM റെസിപ്റ്റ്സ് ആണ്. EVM റെസിപ്റ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ EVM സ്ട്രോങ് റൂം ക്ലോസിംഗ് ഫോട്ടോസ് ആൻഡ് EVM ക്ലോസിംഗ് ഏജന്റ്സ് പ്രസൻസ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനേ ഉള്ളൂ. അതാണ് EVM ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂൾ. ഓക്കെ. എനി ഡൗട്ട്സ്? ഇടുക്കിന്നാണ് ചോദിച്ചോ. അതില് EVM റൂം ഓപ്പണിംഗ് എന്നുള്ളത് അതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ടെർമിനോളജി സ്ട്രോങ് റൂം ഓപ്പണിംഗ് എന്നുള്ളതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു സാർ. ഓക്കെ. ജസ്റ്റ് ഡോക്ടർ അരുൺ എനിക്കൊന്ന് ഒരു വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് ഇടാം. ഓക്കെ സാർ. പിന്നെ അതേപോലെ സാർ അതിൽ പാർട്ടി നെയിം ഇലക്ഷൻ പാർട്ടീസ് പ്രസന്റ് എന്നാണ് പറയുന്നത്. ഇലക്ഷൻ സാർ നമ്മൾ പാർട്ടി സെലക്ട് ചെയ്തിട്ടാണല്ലോ ഏജന്റിനെ സെലക്ട് ചെയ്യുന്നത്. ഏജന്റിനെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ സാർ. അപ്പൊ ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. ആ ഇൻഡിപെൻഡൻസിനുള്ള ഒരു കോളം അവിടെ കൊടുത്തിട്ടില്ല. അത് എനിക്ക് ഇവിടുന്ന് ഇലക്ഷൻ EDC സെക്ഷനിൽ നിന്ന് കിട്ടിയതാണ്. കളക്ടർ പറഞ്ഞതാണ് പാർട്ടീസിന്റെ ലിസ്റ്റ് നമുക്ക് അവിടെ കൊടുക്കാം. അതായത് അപ്രൂവ്ഡ് പാർട്ടീസിന്റെ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അതിനൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഹാൻഡ് ബുക്ക് ഒന്നും കൂടി നോക്കണം. വെദർ ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ഇൻ ദ പ്രസൻസ് ഓഫ് എന്താ പറയാ റെക്കഗ്നൈസ്ഡ് പാർട്ടി ഏജൻസ് ആണോ കാൻഡിഡേറ്റ് ഏജൻസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാൻഡിഡേറ്റ് ഏജൻസിന്റെ പ്രസൻസിൽ ഓപ്പൺ ചെയ്യണം എന്നാണ് ഗൈഡ് ലൈൻസിൽ പറയുന്നതെന്ന് തോന്നുന്നു. ഈ പാർട്ടികൾക്ക് അതിന് പ്രസൻസ് ഇല്ലേ? അല്ല, നമ്മൾ കാൻഡിഡേറ്റ്സിനാണ് നോട്ടീസ് കൊടുക്കുന്നത്. അപ്പൊ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഏജൻസിന് അവിടെ പ്രസന്റ് ആവാം എന്നാണ് പറയുന്നത്. പാർട്ടി വൈസ് ആയിരിക്കുമല്ലോ, പാർട്ടി വൈസ് തന്നെ ആയിരിക്കുമല്ലോ. അതാണ് അപ്രൂവ്ഡ് പാർട്ടീസ് ഇവിടെ വന്നത്. മേ നോട്ട് ബി ഓൾവേസ്. ഓക്കെ. അപ്പൊ അതിനൊരു ക്ലാരിറ്റി തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആറോ ഹാൻഡ് ബുക്ക് നോക്കിയിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു സർ. ഓക്കെ. താങ്ക് യു. അപ്പൊ ഞാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ വൈൻഡ് അപ്പ്. റോളി ആ കൗണ്ടർ സെറ്റിംഗും റൂട്ടും കൂടി പറയണോ? ഓക്കെ. കൗണ്ടർ സെറ്റിംഗ് ഉണ്ട് അല്ലേ? ഓക്കെ. അത് ARO ലെവൽ തന്നെയാണ്. ഓക്കെ. കൗണ്ടർ സെറ്റിംഗിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതായത് ARO ലെവലിൽ കൗണ്ടർ സെറ്റിംഗ് ഇത് നമ്മളെ ഒരു വൈസായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കുള്ള പ്രൊവിഷൻസുകൾ പറയാം. ഒന്ന് വെഹിക്കിൾ മാസ്റ്റർ. നമ്മൾ ഏതൊക്കെ വണ്ടികളാണ് വെഹിക്കിൾ മാസ്റ്റർ എന്ന് പറയുന്നത്, ഒരു മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് അക്രോസ് അവൈലബിൾ അക്രോസ് ഓൾ AROs. ഓക്കെ. ചിലപ്പോൾ 2 LACകളൊക്കെ ഒരു വെഹിക്കിളിലൊക്കെ പോകേണ്ട ഒരു കൺസെപ്റ്റിൽ നമ്മൾ ആ ഒരു രീതിയിലാണ്. അപ്പൊ അത് തന്നെ വെഹിക്കിളിന്റെ ഒരു മാസ്റ്ററുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ വെഹിക്കിൾ മാസ്റ്ററിൽ ഡെഫിനറ്റ്ലി അതിന്റെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഡ്രൈവർ ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. വെഹിക്കിൾ വിത്ത് ഡ്രൈവർ. ഓക്കെ. അത് മാസ്റ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് കൗണ്ടർ സെറ്റിംഗിൽ വരുന്നത് റൂട്ട് മാസ്റ്റർ. അപ്പൊ റൂട്ടുകൾ
അപ്പോൾ അവരുടെ ആ ഒരു വണ്ടി പോകുന്ന റൂട്ടുകളാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ റൂട്ട് ഇന്ന റൂട്ടില് നമ്മൾ അത് ആഡ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ നമുക്കിവിടെ കാണുമ്പോൾ നമുക്ക് നോക്കാം. അതായത് റൂട്ട് കോഡ്, ഓരോന്നും ഓരോ റൂട്ടിനും നിങ്ങൾക്ക് ഒരു റൂട്ട് കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്പർ 3 അതിലെ റൂട്ടിന്റെ പേരെന്താണ്, റൂട്ട് ഇൻചാർജിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, റൂട്ട് ഇൻചാർജ് കോൺടാക്ട് നമ്പർ, ഇൻചാർജിന്റെ പേര്, കോൺടാക്ട് നമ്പർ, ദെൻ ഏത് വെഹിക്കിൾ ആണ് ആ റൂട്ടിൽ പോകുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ ആഡ് ചെയ്തെന്നുള്ളത് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഏതൊക്കെ പോളിംഗ് സ്റ്റേഷൻസുകളാണ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, പോളിംഗ് സ്റ്റാഫ് റിപ്പോർട്ടിംഗ് ടൈം ആണ്. ഓക്കെ, ഇത് ടൈമാണ്, പോളിംഗ് സ്റ്റാഫ് റിപ്പോർട്ടിംഗ് ടൈം അറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. ഇവിടെ ടൈം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ റൂട്ടിലെ നെയിമിന്റെ പേരിൽ ഏതൊക്കെ വഴി കൂടിയാണ് പോണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. പോളിംഗ് സ്റ്റാഫ് റിപ്പോർട്ടിംഗ് ടൈമും ഡിസ്ട്രിബ്യൂഷൻ സെന്ററും നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റൂട്ടിന്റെ മാസ്റ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വെഹിക്കിൾ മാസ്റ്റർ ആയി, അതുപോലെ തന്നെ റൂട്ട് മാസ്റ്റർ ആയി പിന്നെ കൗണ്ടർ മാസ്റ്റർ. ഇപ്പൊ നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു LIC എത്ര കൗണ്ടറുകൾ സെറ്റ് ചെയ്യുന്നുണ്ടോ ആ കൗണ്ടറുകൾ മുഴുവൻ നമുക്ക് ആഡ് ചെയ്യണം. അതിന്റെ കൗണ്ടറിന്റെ ഡീറ്റെയിൽസ് ഇത്രയുള്ള കൗണ്ടർ നെയിം, കൗണ്ടറിന്റെ ചാർജ് ഓഫീസിന്റെ പേര്, അവരുടെ കോൺടാക്ട് നമ്പർ. ഇത്രയും കഴിഞ്ഞാൽ പിന്നെയാണ് നിങ്ങൾ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ഇത് പോളിംഗ് സ്റ്റേഷൻസുകൾ മാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ഇന്റലിജൻസ് നിങ്ങൾക്ക് ഇവിടെയാണ്. അതായത് ഒരു വെഹിക്കിളില് നമ്മളെ മാപ്ഡ് ടു പോളിംഗ് സ്റ്റേഷൻസ്, റൂട്ട് മാപ്ഡ് ടു പോളിംഗ് സ്റ്റേഷൻസ്, അതായത് ഏതൊക്കെ വെഹിക്കിളിൽ ഏതൊക്കെ പോളിംഗ് സ്റ്റേഷൻസുകളാണ് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ മാപ്പ് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ റൂട്ട് സെലക്ട് ചെയ്യുന്നു. തൃശ്ശൂർ റൂട്ടിൽ ഏതൊക്കെ പോളിംഗ് സ്റ്റേഷൻസുകളാണെന്ന് പറയുന്നു. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷനുകളൊന്നും ഉണ്ടായിരിക്കില്ല. ആ റൂട്ടിൽ പോകുന്ന പോളിംഗ് സ്റ്റേഷൻസുകൾ തന്നെയായിരിക്കണമല്ലോ അവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ വണ്ടികളിൽ ഏതൊക്കെ പോളിംഗ് സ്റ്റേഷൻസുകളാണ് എന്നുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, നിങ്ങൾ സേവ് ചെയ്യുന്നു. താഴെ പോയി ഏറ്റവും മുകളിൽ തന്നെ സേവ് ബട്ടൺ ഉണ്ട്. മാപ്പ് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മാപ്പ് ആവും. അപ്പൊ നമുക്ക് ഒരു 4-5 എണ്ണം കൊടുക്കാം. ദെൻ മാപ്പ് റൂട്ട് കൊടുക്കുന്നു. ഓക്കെ, അത്രയും മാപ്പ് ചെയ്തു. ഫൈൻ, അതിൽ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. റൈറ്റ്, ഓൾറെഡി മാപ്ഡ് റൂട്ട് പോളിംഗ് സ്റ്റേഷൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. റൂട്ട് നോട്ട് മാപ്ഡ് പോളിംഗ് സ്റ്റേഷൻസിന്റെ റിപ്പോർട്ടൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വൈസായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിംഗ് സ്റ്റേഷൻസുകളൊക്കെ വണ്ടികളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഒരു വണ്ടി വരുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചായിട്ടായിരിക്കും വരിക. അപ്പൊ അവരെ നമ്മൾ കൗണ്ടർ സെറ്റിംഗ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ടർ മാപ്ഡ് പോളിംഗ് സ്റ്റേഷൻസ് ചെയ്യുമ്പോൾ ഇവിടെ മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വണ്ടിയിൽ വരുമ്പോൾ ഈ പോളിംഗ് സ്റ്റേഷൻസുകളെല്ലാം കൂടിയിട്ട് ഒറ്റ കൗണ്ടറിലേക്ക് മാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റഷ് വരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കൗണ്ടർ മാപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആ വണ്ടിയിൽ വരുന്ന ആൾക്കാർ 10 കൗണ്ടറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വരുമ്പോഴുള്ള റഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ വരില്ല എന്ന് വിചാരിക്കാം. എല്ലാ വണ്ടികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിവൃത്തി ഒന്നുമില്ല. പല ടൈമിലായിരിക്കും വണ്ടികൾ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അവരുടെ ടൈം വരുന്ന വണ്ടികളിലുള്ള പോളിംഗ് സ്റ്റേഷൻസുകൾ പല കൗണ്ടറുകളിലേക്ക് മാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ റഷ് കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ. അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇനി ഇത് ആരൊക്കെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസുകൾ നമ്മുടെ തേർഡ് റാൻഡമൈസേഷനിൽ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള റിപ്പോർട്ട്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റിംഗ് ഓർഡറിൽ നമ്മുടെ അവരുടെ വെഹിക്കിൾ as well as the counter details will be printed in the order, individual order ഉണ്ടായിരിക്കും. അത് ചെയ്യാത്തവരുടെ ഓർഡറിൽ അവിടെ ബ്ലാങ്ക് ആയിരിക്കും. എനി ഡൗട്ട്? ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഡെമോ യൂസർ എന്ന് പറയുന്നത് /demo avakasham.kerala.gov.in എന്ന് പറയുന്നതാണ് ഡെമോ യൂസർ. ഞാൻ നേരത്തെ പറഞ്ഞു ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് എഡിറ്റിംഗ് ഡിലീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ അതിലുണ്ടായിരിക്കില്ല. നേരത്തെ ഒരു SPO മാപ്പ് ചെയ്ത് കൊടുത്തു, അതിനെ തെറ്റായി മാപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ നമുക്ക് വി വിൽ ട്രൈ അത് നമുക്ക് അതിന്റെ സമയത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും കെയർഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡെമോ യൂസർ ഉപയോഗിക്കാം. നമ്മുടെ LIC കോഡ് തന്നെയാണ്. ഡിഫോൾട്ട് പാസ്വേഡ് നമ്മളെ 6 ones ആണ്, 111111 ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SPOസിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. SPOസിന്റെ ലോഗിനിൽ ഡാറ്റ. പക്ഷെ ഇപ്പോ നമ്മുടെ കയ്യിൽ ഡാറ്റ ഉള്ളത്
തൃശ്ശൂരിന്റെ ഡാറ്റയാണ്. അതുകൊണ്ട് തൃശ്ശൂരും 61 ആൻഡ് 62ന്റെയും ഡാറ്റ മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിലേ ഉള്ളൂ. അതുകൊണ്ട് യു ക്യാൻ യൂസ് ദ ARO 61 ആൻഡ് ARO 62. നമുക്ക് ഡാറ്റ വേറെ ഏതെങ്കിലും ജില്ലകളുടെ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി AROസിന്റെ ലോഗിനിൽ ഇത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഡാറ്റ അവൈലബിൾ അല്ല. അവൈലബിൾ ആക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആക്ച്വൽ ഡാറ്റ തന്നെ തന്നോളൂ, നമുക്ക് ഡെമോ സൈറ്റിൽ ഇട്ട് തരാം. പിന്നീട് നമ്മൾ ഒറിജിനൽ സൈറ്റിൽ ആക്ച്വൽ ഡാറ്റകൾ കീപ്പ് ചെയ്യാം. ഇപ്പൊ പറയാം ARO-61 അല്ലേ യൂസർ നെയിം? ARO-LAC കോഡ്, ARO-LAC കോഡ്. അല്ല ARO-61. അതെ ARO-61, ARO-62. നമുക്ക് കുറച്ചും കൂടി ARO-മാരെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കട്ടെ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സെയിം ഡാറ്റ വെച്ചിട്ട് മറ്റൊരു ARO കോഡ് വെച്ചിട്ട് പോപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. കൊടുക്കാൻ ചെയ്യാം. അതെ, ആക്ച്വൽ ഡാറ്റ നമ്മൾ ഡെമോ സൈറ്റിൽ വേറെ ഡാറ്റാബേസിൽ കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഡെമോ സൈറ്റ് നമ്മൾ വിഡ്രോ ചെയ്യുകയും ചെയ്യും. ഓക്കെ സർ, ഇടുക്കിന്നാണ് സർ അത് വെരിഫൈ ചെയ്തിരുന്നു സർ. അത് ARO ഹാൻഡ് ബുക്കിൽ ഇങ്ങനെയാ പറയുന്നത്, സ്ട്രോങ് റൂം ഷുഡ് ബി ഓപ്പൺഡ് ഓൺലി ഓൺ ദ അപ്പോയിന്റഡ് ഡേറ്റ് ആൻഡ് ടൈം when the candidates are when the machines are to be supplied to the polling parties. എന്നിട്ട് പറയുന്നു all contesting candidates or their election agents should be given prior notice in writing of the such date and time of opening എന്നാണ് പറയുന്നത്. അപ്പം ഇതില് കാൻഡിഡേറ്റ്സ് ഓർ അവരുടെ ഏജൻസിനാണ് പ്രസന്റ് ആവുന്നത്. അവിടെ പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലല്ല അവര് പ്രസന്റ് ആവുന്നത് അവിടെ. Anyway, all these candidates and they'll be having a political party, ഇല്ലേ? പാർട്ടി നെയിം ഉണ്ടായിരിക്കും. അവിടെ ഒന്നും ഇല്ല സർ, ഇൻഡിപെൻഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ആഡ് ചെയ്താൽ നമുക്ക് അവിടെ ഒന്നേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇൻഡിപെൻഡന്റ് അല്ലേ? ഓക്കെ ഇനി നോക്കാം, അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോഴുള്ള നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാർട്ടികൾ അവിടെ തന്നെ കിടന്നോട്ടെ. പ്ലസ് നമുക്ക് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ വേണ്ടി വരും അവിടെ. അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ സർ, കാരണം അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ആണ് അവിടെ കൺസേൺ പേഴ്സൺ, നോട്ട് ദ പൊളിറ്റിക്കൽ പാർട്ടി. കാൻഡിഡേറ്റിനോ അവരുടെ ഏജന്റിനോ പ്രസന്റ് ആവാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺസ് ARO വൈസ് ശരിക്കും സാർ ARO വൈസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാല് ആ ഒരു ഡാറ്റ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിന് ആരാണ് പ്രസന്റ് ചെയ്യുന്നത് കൊടുത്താൽ മതിയാവുന്നു. അതെ സാർ, അവര് ARO ലോഗിനില് ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്താൽ മതി. പക്ഷെ അവിടെ എന്നോട് ഇത് തുടങ്ങിയപ്പോ പറഞ്ഞത് ഈ പറയുന്ന BJPയിൽ എത്ര പേര് പ്രസന്റ് ആയി, കോൺഗ്രസിൽ എത്ര പേര് പ്രസന്റ് ആയി എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് പാർട്ടികളുടെ അല്ല സാർ, ഹാൻഡ് ബുക്കിൽ അങ്ങനെയല്ല പറയുന്നത്. അതെ അല്ലേ? ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊന്നൊരു ക്ലാരിറ്റി കൂടി വന്നിട്ട് ഞാൻ ആ രീതിയിൽ മാറ്റണം. അപ്പൊ എനിക്ക് എന്ത് തരാൻ പറ്റത്തില്ല, ഈ പാർട്ടി വൈസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ബുദ്ധിമുട്ടായിരിക്കും. സർ, പാർട്ടി അവിടെ പ്രസക്തല്ല സർ. ആണല്ലേ? ഏജന്റിലാണ് പ്രസന്റ് ആവാൻ പറയുന്നത്. പാർട്ടി നോമിനി എന്നുള്ള രീതിയിലല്ല അവിടെ പ്രസന്റ് ആവുന്നത്. പാർട്ടി cannot nominate a person to be present at the time of opening the strong room. A candidate can nominate one person, not a party. അപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട്സ് അവർ ചോദിക്കില്ല എന്ന് വിചാരിക്കാൻ നമുക്ക്. അതായത് ഇല്ല സർ, അത് ചോദിക്കാൻ പറ്റില്ല. ഓക്കെ ശരി ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ചോദിക്കാൻ പറ്റുക. ഹൗ മെനി നമ്പേഴ്സ് ആർ പ്രസന്റ് ആൻഡ് ഹൗ മെനി വേർ ആബ്സെന്റ് എന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഫൈൻ, ശരി ഓക്കെ.
ഉണ്ട്.